என்னம்மா இந்த நேரத்து இங்க நிக்குது? என்ன என்னாச்சு? அப்பப்பா அந்த பெங்களாவிலையா? എനിക്ക് തടസ്സം നിൽക്കുന്നവനാരായാലും അവന്റെ എല്ലാം ഗതി ഇതായിരിക്കും. സാറെന്താന്ന് വെച്ചാൽ സാറിന്റെ വഴിക്ക് പോകും, ഞാൻ വഴിക്ക് പോകും. കുട്ടിത്തവളകൾ പാടും വെട്ടുക്കിളിയുടെ ഗാനം. കൊട്ടും കുരവയുമായി പുത്തൻ തലമുറ ചേരും. നീ എന്തിടെ പാടുന്ന? ഓ, ഞാൻ പാടുന്നു. പിന്നെ നീ അങ്ങോട്ട് പാടി പൊളിക്കുമുത്തേ. കുട്ടിത്തവളകൾ പാടും വെട്ടുക്കിളിയുടെ ഗാനം. കൊട്ടും കുരവയുമായി പുതുപുത്തൻ തലമുറ ചേരും. പിന്നെ അല്ല, പട്ടയടിക്കണ പുരയിടം ഇത് കുട്ടന് കിട്ടിയ സീതനം. വട്ടം പിടിക്കല്ലേ നാട്ടാരെ, എന്നെ ഒറ്റിക്കൊടുക്കല്ലേ കൂട്ടാരെ. എന്തോ എന്തോ എങ്ങനെ 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 കൊണ്ടാട്ടി കൊണ്ടെന്ന സ്വത്തല്ല, ഇത് പട്ടിപ്പണിയുടെ സ്മാരകം. എടാ പറഞ്ഞു കൊറേ അങ്ങോട്ട്. ഓ ശരിയെന്നാ, ശരി പറയാം. പട്ടയടിക്കണ പുരയിടം ഇത് പട്ടിപ്പണിയുടെ സ്മാരകം. പട്ടയടിക്കണ പുരയിടം കുട്ടന്റെ പട്ടിപ്പണിയുടെ സ്മാരകം. കുട്ടനാ, ഓ മതി 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 മുത്തേ മതി. ഒരു കുഞ്ഞു വരാലിനെ പിടിച്ചെടുത്തേ. എവിടെ നോക്കട്ടെ. പിന്നെ അല്ല, പൊളിച്ച് മുത്തേ. കുഞ്ഞു വരാല് പിടിച്ചെടുത്ത് അതിലൊത്തിരി കാന്താരി ചേർത്തരച്ച്. ഒരു കുഞ്ഞു വരാല് പിടിച്ചെടുത്ത് അതിലൊത്തിരി കാന്താരി ചേർത്തരച്ച്. തെങ്ങ വറുത്തത് തൊട്ടു നോക്കി ഒരു 30 അടിച്ചത് ഓർമ്മ വന്നേ. എടാ മോനുസേ, മാറ്റിപ്പിടി. പൊട്ടണ കുപ്പി പൊട്ടണ ഗ്ലാസ് ഒത്തിരി മദ്യമൊഴിച്ചു കുടിച്ചാൽ നമ്മൾ യോദ്ധാവ്. എങ്ങനെ? പൊട്ടണ കുപ്പി പൊട്ടണ ഗ്ലാസ് ഒത്തിരി മദ്യമൊഴിച്ചു കുടിച്ചാൽ നമ്മൾ യോദ്ധാവ്. ഭൂമിയിൽ നിന്നും പറന്നു പൊങ്ങി ചന്ദ്രനടത്തം പഠിച്ച പോരാളി. കെട്ടണ തപ്പിക്കീറിയ ഈശയിൽ ഒത്തിരി ചില്ലറ കൂടി നിറഞ്ഞാൽ നമ്മൾ രാജാവ്. ആരെ? രാജാവ്. തന്നെ തപ്പുകൊട്ട് തകിലടി തട്ടിൻ പൂറത്തെരികള്. തപ്പോ തട്ടണ് മുട്ടണ് കുപ്പിയും ഗ്ലാസും തമ്മില് മുട്ടണ് മദ്യമൊഴിച്ചത് ചങ്ങായി. ഞങ്ങളുടെ ചങ്ങായി. തപ്പുകൊട്ട് തകിലടി തട്ടിൻ പൂറത്തെലികള്. തപ്പുകൊട്ട് തകിലടി തട്ടിൻ പൂറത്തെലികള്. തപ്പുകൊട്ട് തകിലടി തട്ടിൻ പൂറത്തെലികള്. കൂടെ കുടിച്ചതും ചങ്ങായി. അണ്ണാ, ഇവള് കൊള്ളാം, സൂപ്പർ സാധനം. തങ്കമ്മ. ആയോ? തങ്കമ്മയല്ല, തക്കാമക്ക. കുട്ടൻ്റെ അളിയൻ പ്രേഷ്യന്ന് കൊണ്ടുവന്നതാ. ശിവണ്ണ, കുട്ടേണ്ണ എവിടെ? കുട്ടൻ തോന്നുന്നു പെടുക്കണം. കുട്ടേണ്ണ, എടാ കുട്ട പെടുക്കണ. ഓ കുട്ടൻ പെടുക്കണ്. അവൻ പെടുകെ പാടെ എന്തിനായിട്ട് നീ അടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങോട്ടിട്. ഈ മൈത്താണ്ടിയെ കൊണ്ട് തോറ്റല്ലേ. ഏയ് മര്യാദയ്ക്ക് അടിച്ചിട്ട് ഗ്ലാസ് ഓർറാ പഠിക്കാരെ. ഓ എന്തൊരാശ്വാസം. ഡേയ്, ഇന്നെ കമ്പി സൈറ്റിൽ പോയപ്പോഴത്തേക്ക് ഒരു കഥ കേട്ടു. നിന്റെ കമ്പി കഥയൊക്കെ നിന്റെ പെണ്ണുമ്പിളടുത്ത് പോയി പറ. അണ്ണാ നിങ്ങൾ പറയണ്ണ, ഇതൊക്കെ ഒരു രസമല്ലേ, നിങ്ങൾ പറ. മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് കമ്പിക്കഥയൊക്കെ കുണുകുണുകുണുകുണാ വരെയാണ്. ഇതൊന്നും അല്ല, നമ്മളെ ചൊക്കലിംഗത്തിന്റെ കാര്യമാണ്. ഡേയ്, ചൊക്കലിംഗം ഭ്രാന്ത് പിടിച്ച് വീട്ടിൽ കിടക്കയില്ലേ? ആണോ? അണ്ണാ, അയാൾക്ക് ഭ്രാന്ത് പിടിച്ചല്ല, അയാളെ പ്രേതം പിടിച്ചല്ലേ. പ്രേതം? എടാ നാണവരെടാ, 21ാം നൂറ്റാണ്ടിലും കൈമൊത്തം ചരടും വാരി കെട്ടിക്കൊണ്ട് പ്രേതം ഭൂതം. നിന്നെപ്പോലെയുള്ള അന്ധവിശ്വാസികളാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഇവിടെ ദൈവമില്ല, പിശാചുമില്ല, ഒന്നുമില്ല. ബൈജോണ, നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെയൊന്നും പറയരുത്. രാവിലെ കുളിച്ചൊന്ന് അമ്പലത്തിൽ പോയി കുറച്ചു നേരം ഇരുന്നാൽ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള നിരീശ്വരവാദികൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങറാ കോപ്പാണ്. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കൂ? നിങ്ങൾ പറയണ,
അയാൾക്ക് ചൊവ്വാദോഷം കാരണം പെണ്ണ് കിട്ടാത്തതിന്റെ ചുരുക്കാണ്. അതിന്റെ പേരിൽ നിരീക്ഷേതവാദം പറഞ്ഞു നടക്കുന്നത്. ഡേയ് ഞാനൊന്ന് പറയട്ട്. അളയാ നീ പറയലയാ, ചൊക്കലിംഗം പ്രേതം പിടിച്ച് വീട്ടിലാണ്. അത് തന്നെ സംഭവം. അതിലെന്തരാ ദുരൂഹതയുണ്ട്. അതന്വേഷിക്കാനാണ് 2 പോലീസുകാർ അവിടെ വന്നത്. അതാണ് കഥ. ആ നമ്മളെ സുഖണ്ട ചായക്കടയല്ലേ 2-3 ദിവസം മുമ്പ് രണ്ടുപേരും തിരക്കി വന്നു രാമേട്ടൻ പറയുന്നു. എങ്ങനെ ഇരിക്കുന്നു? അതിങ്ങടുത്തേടാ ഏവണ്ടേ ആ ചായക്കട സുഖമുണ്ണ ഇയാളെ തല്ലിക്കൊന്നാലും ചാവൂല. എന്താ അടിയാണോടാ? ഓ എന്നാ ഞാൻ വരുന്നടാ. ഓ വേണ്ട, സാധനമൊക്കെ തീർന്നു. ഓ ശരി എന്നാ. പോയി വാസിന് കൂച്ചയും വേണം, മൊത്തം ഊറ്റി കുടിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്താ ചൊക്കലിക്കത്തിന്റെ കാര്യമൊക്കെ അറിയാലോ. നേരത്തെ വീട്ടിൽ പോയിട്ടാ ബോസിന് 2 അടിക്കാന്ന് വെച്ചാൽ അതും നടന്നില്ല. പെണ്ണുമുള്ള വീട്ടിലില്ല. ഇനിയിപ്പോ കൊതിനെ അടിച്ചോണ്ട് കിടക്കാം, അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അണ്ണാ നമുക്കെന്നാ പോയാലോ അണ്ണാ? നിനക്കെന്നടാ അങ്ങാര് പറയുന്നൊരു പേടിയാവുന്ന? അണ്ണാ അവൻ പറയുന്നതിലും കാര്യമുണ്ടണ്ണാ, നമുക്ക് പോവാണ്ണാ. എടാ കുട്ടാ, രണ്ടും പേടിച്ചടാ. എടാ കഷ്ടം. ഈ കാലഘട്ടത്തിലും പ്രേതവും ഭൂതമൊന്നും പറഞ്ഞ് നീ പേടിക്കുന്നില്ലടാ. അതും ഇത്രയും ചരടുകൾ കൈ കെട്ടി വെച്ചോണ്ട്. അല്ല എന്നാലും നമുക്ക് പോയാലോ? എടാ കുട്ടാ നീയും പേടിച്ചടാ. പേടിച്ചാന്നല്ല, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചല്ലേ, അതിൻ്റെ ഒരിത്. അണ്ണാ വാണ് നമുക്ക് പോവാണ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി കണ്ട. വാ പോവാ വാ. എടാ ഇതൊക്കെ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നാട്ടുകാരെ എണ്ണി പൊടിയിടാൻ വേണ്ടി ഒരു ഇത് ഏത് അതാണ്. അല്ലാതെ ഏത് പ്രേതോടാ കുപ്പിയിൽ ആസിഡ് കൊണ്ട് കിടക്കണത്? അത് പോയിന്റ്. ആ ക്ലാസ് നിങ്ങൾ വരുന്നെങ്കിൽ വാ, ഞാൻ പോവുകയാണ്. അമ്മയാണെങ്കിൽ ഇപ്പൊ വിളിയും തുടങ്ങും. നിങ്ങൾ വാ അണ്ണ, നിങ്ങൾ വരുന്നെങ്കിൽ വാ. അമ്മ ഇപ്പൊ വിളി തുടങ്ങുകൊണ്ടോ? നിങ്ങൾ എണീറ്റ് വാണ, വാ പോവാണ, വാ എണീറ്റ് വാ. അയ്യോ കുണുവാ. ഞാൻ പോണു. നീ പോവല്ലേ, ഞാനും വരുന്നു. ഞാൻ പോണു, നിങ്ങൾ വരുന്നെങ്കിൽ വാ. പോവല്ലേ ഡാ, ഞാനും വരുന്നു. ഇനി എന്നാലേ ഞാൻ നടന്നു പോവേണ്ടി വരും. അവന്റെ കൂടെ ഞാനും പോട്ട്. അപ്പൊ കാണാം. ഓക്കെ ഓക്കെ. അയ്യോ ലാസ്റ്റ് ബാക്കി ലൗസി പഠിക്കാണ്. എന്തടാ ഏനന്ത്? ഭൂതവും പ്രാതമൊക്കെ ഉള്ളതാണ്, പെട്ടെന്ന് പോയണ്ട. നീ എന്തിരിക്കുന്നത്? പോവാടാ. ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ല തെണ്ടി. വാടാ പോവാം. വാ പോവാ. ഡേയ് നില്ലടാ, ഞാനും വരുന്നു. ഇയാളെ കാണുന്നതുമില്ലേ, ഇനി ഒറ്റയ്ക്ക് പോയിന്റ് വരുമോ? ഓ ഇയാളത് എവിടെ? വാ നില്ലടാ അവിടെ നില്ല്. നീ അവിടെ നില്ല്, ഞാൻ അവിടെ കയറട്ടെ. ഞാൻ അവിടെ കയറട്ടെ. ഓ പോടാ പോ. ആ മര്യാദക്ക് ഇന്നില്ലെങ്കിൽ വണ്ടി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് കയറ്റുവേ. വണ്ടി വിട പോ. വൈകുന്നോ നിങ്ങളൊന്ന് മിണ്ടായിരിക്കണ. മോനും വേണ്ടേ അവിടെ ഉണ്ടാ പണ്ട് വാസോണനെ അടിച്ചു വന്നുകൊണ്ടിട്ടിരുന്നത്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ലേ. വിഷം കുടിച്ച് മരിച്ച പ്രാതാവോടാ. എന്റെ അണ്ണ ഒന്ന് മിണ്ടായിരിക്കേ. നീ അറവല കണ്ടിട്ടുണ്ടാടാ? ഇവിടെ വെച്ചാണ് ഒരു തന്നെ അറവല അടിച്ചിട്ടത്. അണ്ണ നിങ്ങൾക്ക് വേറെ ചൊരപ്പൊന്നും ഇല്ല അണ്ണ, നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞോണ്ട് ഉള്ള പിത്തവും പോയി. എന്തണ്ണ? എനിക്കൊന്ന് പെടുക്കണം. ആ പേട്. ദാ 13 പേര് വീണ് മരിച്ച കുളം ഇനി ഒരാളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അയ്യോ ഇവിടെ വേണ്ട. അയ്യോ ആ എന്താടാ പെടുക്കായി. മോനു എന്തണ്ണ? അതെന്തോന്നടാ ഏത്? ആ തൂങ്ങിക്കിടന്ന് ആടുന്നത്. നിങ്ങൾക്ക് എന്തണ്ണ? അതല്ലടാ, ഏതല്ല മരത്തിലാരാ തൂങ്ങിക്കുന്നില്ലേ? അയ്യോ നിങ്ങൾക്ക് എന്തണ്ണ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അയാളെ തൂങ്ങിക്കിടന്ന് ആടുന്നു.
യോ പേടിച്ച് മൂത്രമൊഴിച്ചൊന്ന് കേട്ടിട്ടേ ഉള്ളു. ഇപ്പതാ കണ്ടേ. എന്തൊരു ചെറുക്കനടാ നീ. നാളെ മുതൽ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോകല്ലോ കേട്ടാ. എന്നെ കിട്ടൂല കൊണ്ടാക്കാനൊന്നും. നാളത്തെ കാര്യം നാളെ ഇല്ലേ. നീ വണ്ടി എടു പോട്ടെ എടുത്ത് നാറ്റി. ഞാൻ എല്ലാവരോടും പറയും. ഓനു അണ്ണ ഒരു തമാശ പറഞ്ഞല്ലേ. കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങാതെ. പിന്നെ ഒറ്റയ്ക്ക് പോവല്ലേ. അത് കുഴപ്പമില്ല, ഞാൻ വെക്കോളാം. ആ പോകുന്ന വഴിക്കേ ആ 10 ഏക്കറിന്റെ ഇവിടെ ആരെങ്കിലും ചുമ്മാൻ പോയിട്ട് നിന്നാലേ വാങ്ങിച്ചങ്ങ് മുറിക്കരുത്. മനുഷ്യനെ പേടിപ്പിക്കാതെ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ട് പതഞ്ഞു നീ. ഈ നീലരാവിൽ ഭൂതം പ്രേതം പിശാചി അവൻ്റെയൊക്കെ ഒരു പേടി.